കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ബൈബിളും KGF എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വായിച്ച് കണ്ടൊക്കെ ആയിട്ടുണ്ടാക്കിയ ഒരു പടം പോലെ എനിക്ക് തോന്നി. ഗൈസ് ഇതിന്റെ അകത്ത് 2 ക്യാമിയോ ഉണ്ടോ? അല്ല 2 പേര്. ഗൈസ് നമ്മള് പള്ളിച്ചട്ടമ്പി കണ്ടു. അതാണ് പോപ്പ് ടൈംസിലെ അടുത്ത പടം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ആ മൂടായിരുന്നു പടം. കാര്യം പറഞ്ഞ എല്ലാം പള്ളിച്ചട്ടമ്പിയും കമ്മ്യൂണിസ്റ്റ് എതിരും ആ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും വന്നു തീർന്ന അവസാനം പുള്ളിയും കമ്മ്യൂണിസ്റ്റ് ആവുന്ന ഒരു പാറ്റേണിലാണ് പടം പോകുന്നത്. ആ കാലത്ത് BJP കണ്ടുപിടിച്ചില്ലെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും അതിന്റെ അകത്തുണ്ട്. അവരുടെ ഒരു കുറവും കൂടി ഇതിന്റെ അകത്തുള്ളൂ. പറയാന്ന് പറഞ്ഞ ആ പാട്ടും പ്രണയവും അതൊന്നും ആ വേണ്ട പോലെ ഒന്നും വർക്കായൊന്നും ഇല്ല. റിയൽ വില്ലനൊക്കെ ചുമ്മാ മാസാണ്. അതൊരു ക്യാമിയോ. ഉമ്മൻചാണ്ടി ഉണ്ട് ഗായ്സ് ഈ പടത്തിൽ. ഉമ്മൻചാണ്ടി ഫ്രം പുതുപ്പള്ളി. നേരെ അങ്ങ് പറയും. എവിടേക്കോ കുറച്ച് ലാഗ് അടിച്ചു. ചില സമയത്ത് ട്യൂക്സ് ഇട്ട് കണ്ടാലോ എന്ന് ആലോചിക്കും നമ്മള്. കമ്മ്യൂണിസം, ബൈബിൾ പോരാട്ടം, മനുഷ്യനാണ് വലുത്, ഇതിന്റെ ഒക്കെ ഇടയിൽ ചെറുതായിട്ടൊരു KGF. ഇത്രേ ഉള്ളൂ പടം. 1 ടൈം മൂവി അത്ര. ഡയലോഗും സാധനവും ഒക്കെ നമുക്കൊരു എനർജി കിട്ടും. എനർജി. അത് നിബ്രാസും എപ്പോഴും എന്താ ഈ പഴയ സിനിമയിലൊക്കെ ഒരാൾ കൂടെ ഉണ്ടാവത്തില്ലേ നമ്മുടെ മെയിൻ നായകന്റെ കൂടെ. പഴയ ക്ലീശ ആണെങ്കിലും നിബ്രാസ് അടിപൊളിയായിട്ടാ ചെയ്തേക്കുന്നത്. 5-1 3 2 അത്രയൊക്കെ ഉള്ളൂ. നായികയുടെ റോളൊക്കെ അത്യാവശ്യം നൈസായിട്ടല്ലേ ചെയ്തേക്കുന്നത്. തിയേറ്ററിൽ കാണാം. നിങ്ങൾ കാശ് കൊടുക്കുന്നതല്ലേ, നിങ്ങളുടെ ഇഷ്ടമല്ലേ, അത് കണ്ടു നോക്ക്.